സൈലം ലേണിംഗ്. അപ്പൊ മക്കളെ, നമ്മുടെ 3ാം ക്ലാസ്സിലെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ച് അടിപൊളിയായിട്ട് പഠിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആയ ഹോം ആൻഡ് നെസ്റ്റ് അല്ലെങ്കിൽ വീടും കൂടും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക കേട്ടോ. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പൊ എനിവേ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡ്ലൈൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം, വീടിനെ പറ്റിയും അതുപോലെ തന്നെ കൂടിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ വീടുകളിൽ താമസിക്കുന്നവർ ആരാണ്? നമ്മൾ മനുഷ്യന്മാരാണ്. പക്ഷെ കൂടുകളിൽ താമസിക്കുന്നത് ആരാണ്? ധാരാളം പക്ഷികളൊക്കെ ഉണ്ടാവില്ലേ. ഓരോ ജീവജാലങ്ങളും അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ കൂടുകളും ചെറിയ ചെറിയ വീടുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് പക്ഷികളെ പറ്റി പഠിക്കാം അല്ലെ. ഈ പക്ഷികളൊക്കെ എവിടെയാണ് കൂടുണ്ടാക്കുന്നത്? പക്ഷികളൊക്കെ എവിടെയാണ് കൂടുണ്ടാക്കുന്നത്? മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തിലും മണ്ണിലുമൊക്കെ നമ്മുടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് മരത്തിലാണെന്നാ പറയുന്നത്. പക്ഷെ മരത്തിൽ മാത്രമാണോ? ട്രീസിൽ മാത്രമാണോ ഉള്ളത്? അല്ല. ഷ്രബ്സിലും ഹോളോസിലും അതുപോലെ തന്നെ ട്രങ്ക്സിലും അതിന്റെ കൂടെ തന്നെ സോയിൽസിലും ആര് കൂടുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നുണ്ട്. ഇനി കൂടുണ്ടാക്കാത്ത കുറച്ച് ബിരുദന്മാരുണ്ട്. ആരായിരിക്കും? നമുക്കറിയാം, ഈ കുയില് സ്വന്തമായിട്ട് കൂടുണ്ടാക്കത്തില്ല. കുയിൽ എന്ത് ചെയ്യും? നമ്മുടെ കാക്കയുടെ കൂട്ടി വന്നിട്ട് മുട്ടയിടും. അങ്ങനെ കുറച്ച് ബിരുദന്മാരും നമ്മുടെ ചുറ്റുമാണ്. അപ്പൊ പക്ഷികൾ എവിടെയാണ് കൂടുണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് പക്ഷികളുടെ കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കൂടെ എവിടെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള കുറച്ച് ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. കുറെ ആൾക്കാരുടെ കൂടുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാലേ, ഈ പാമ്പിന്റെ കൂട്, അതുപോലെ തന്നെ നമ്മുടെ തേനീച്ചയുടെ കൂട്, അതുപോലെ കുഴിയാന, അതുപോലെ തന്നെ ഉറുമ്പ്, അങ്ങനെ ധാരാളം ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രജനനത്തിന് വേണ്ടിയൊക്കെയാണ് അവരിങ്ങനെ കൂടുണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കുട്ടി കൂടുകളുടെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എന്തിനാണ് ഇത് തന്നിട്ടുള്ളതെന്ന് അറിയാവോ? നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ജീവികളും കൂടെ എങ്ങനെയാണെന്നും എന്തുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നും നിങ്ങളൊന്ന് പഠിക്കണം. അതിനു വേണ്ടിയാണ്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ മതി. ഇപ്പൊ സപ്പോസ് ചിതൽ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? മണ്ണ് ഉപയോഗിച്ചിട്ടാണ്. അതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലെ. പിന്നെ വാബ്സ്, അതായത് കടന്നല്, ഇങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്. പൾപ്പ്, ഉമിനീര്, മണ്ണ്. ഇനി പക്ഷികളാണെങ്കിൽ ശിഖരങ്ങള്, ഇലകള്, പുല്ല്, തൂവലുകൾ. ബേർഡ്സ് ആണെങ്കിൽ ട്വിങ്സ്, ലീവ്സ്, ഗ്രാസ്, ഫെദർ ആൻഡ് കോട്ടൺ. പിന്നെ ആൻഡ്, ഉറുമ്പുകളാണെങ്കിൽ സോയില്, മഡ്, ലീവ്സ്. ഓക്കെ, മണ്ണ്, ചെങ്കണ്ണല്, അതുപോലെ തന്നെ ഇലകള്. തേനീച്ചയാണെങ്കിൽ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന മെഴുക്, അതായത് ബീസ് ആർ മേക്ക് നെസ്റ്റ് ബൈ യൂസിങ് വാക്സ് മെയ്ഡ് ഫ്രം ദ ഹോൺ ബോഡീസ്. പിന്നെ റാബിറ്റ് ഒക്കെ ആണെങ്കിൽ ഗ്രാസ്, ലീവ്സ്, ക്ലോത്ത്, അതായത് പുല്ല്, ഇലകള്, തുണി, അതുപോലെ തന്നെ ശരീരത്തിലെ രോമങ്ങൾ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ചേരുമ്പടി ചേർക്കാനും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇവിടെ നിങ്ങൾക്ക് കാക്കയുടെ കേസില് കാക്ക ഈ തന്നിരിക്കുന്ന ഫിഗറിൽ എവിടെയാണ് കൂടുണ്ടാക്കുന്നത്? യെസ്, ഇവിടെയാണ് നമ്മുടെ കാക്ക കൂടുണ്ടാക്കുന്നത്. കാരണം ശിഖരങ്ങൾക്കിടയിലാണ്. ഇനി അതുപോലെ തന്നെ ഉറുമ്പൊക്കെ എവിടെയാണ് കൂടുണ്ടാക്കുന്നത്? യെസ്, മണ്ണില് കൂടുണ്ടാക്കുന്നത് മക്കള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി തേനീച്ചയാണെങ്കിലോ, തേനീച്ച ഇതുപോലെ തന്നെ വലിയ കടന്നൽ കൂടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കടന്നലിന്റെ കൂട്, അതുപോലെയുള്ള വലിയ മരത്തിന്റെ ആ ശിഖരങ്ങൾ തൂങ്ങിക്കിടക്കുന്ന കൂടുകൾ ഉണ്ടാക്കും. പിന്നെ വേട്ടാളന്റെ കൂടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് 3 യൂട്യൂബ് ചാനലിൽ ലൈവ് ക്ലാസ്സുമായിട്ട് അഖില ടീച്ചർ വരുന്നുണ്ട്. എല്ലാവരും പോയി കാണുക കേട്ടോ. അപ്പൊ എനിവേ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സെറ്റാക്കി പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ബൈ.